ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 1ാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും നാളെ ഇൻ്റഗ്രേഷൻ ഡേ 2 ആണ്. ഉദ്ഗ്രന്ഥം 2ാം ദിവസം. അപ്പോൾ ഇന്ന് 1ാം ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിരിക്കും നാളെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2022-23 വർഷത്തിലെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 1 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതിൽ ആക്ടിവിറ്റി 5 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 6 മുതൽ, അതായത് ഇൻ്റഗ്രേഷൻ ഡേ 2 നോക്കി നോക്കാം. ആക്ടിവിറ്റി 6, വെറൈറ്റി ഓഫ് സ്നാക്സ്. റൈറ്റ് ദ നമ്പർ ഓഫ് സ്നാക്സ് ദാറ്റ് ഈച്ച് വൺ ഗോട്ട്. അപ്പോൾ ഉണ്ണിടയിൽ 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 എണ്ണത്തിൽ 5 ഉണ്ണിയപ്പും അതുപോലെ തന്നെ 3 ബനാന ഫ്രൈയും. അപ്പോൾ 5 + 3 എത്രയാണ്? 5 + 3 5 6 7 8. അപ്പോൾ 5 + 3 8 ആണ്. അപ്പോൾ ടോട്ടൽ 8 എണ്ണമായി. അങ്ങനെയാണെങ്കിൽ ഉനൈസിൻ്റെ കയ്യിൽ 8 എണ്ണമുണ്ട്. അതിൽ 4 ഉണ്ണിയപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ബനാന ഫ്രൈ എത്രയായിരിക്കും? 8 - 4 = 4 ബനാന ഫ്രൈ ആയിരിക്കും ഉനൈസിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് അനീഷയുടെ കയ്യിൽ 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിൽ 6 എണ്ണം ഉണ്ണിയപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ബനാന ഫ്രൈ എത്ര എണ്ണമായിരിക്കും? ബനാന ഫ്രൈ 2 എണ്ണമായിരിക്കും. 6 + 2 ആണ് 8. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമ്പർ ഓഫ് സ്നാക്സ് അനു ഗോട്ട് വാസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ അനുവിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഒരു വാല്യൂ ആയിരുന്നു. ഫൈൻഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അനുവിൻ്റെ കയ്യിൽ ആകെ 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം എത്ര, ബനാന ഫ്രൈ എത്ര? അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ 8 കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് വാല്യൂസ്, രണ്ടും കൂടി കൂട്ടിയാൽ 8 കിട്ടണ ഏത് വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 7 ഉണ്ണിയപ്പും 1 ബനാന ഫ്രൈയും എന്ന് എഴുതാം. 7 + 1 = 8. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗോട്ട് ഈക്വൽ നമ്പർ ഓഫ് ഉണ്ണിയപ്പം ആൻഡ് ബനാന ഫ്രൈ? ആർക്കാണ് ഈക്വൽ നമ്പർ ഓഫ് ഉണ്ണിയപ്പും അതുപോലെ തന്നെ ബനാന ഫ്രൈയും കിട്ടിയത്? ആർക്കാണ്? ഉനൈസിന്. ഉനൈസിന് 2ഉം 4 എണ്ണം വീതമാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഉനൈസ് എന്ന് എഴുതുക. ഓക്കെ, പ്രവർത്തനം 7, നല്ല ആഹാരശീലങ്ങൾ. ആഹാരശീലങ്ങളിൽ ശരിയായതിന് ടിക്ക്, ഈ അടയാളവും, തെറ്റായതിന് ഇൻറ്റു, ഈ അടയാളവും ഇടൂ. അപ്പോൾ എന്താണ് ആദ്യത്തെ ചോദ്യം? തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കണം. അപ്പോൾ അതെന്താണ്? അത് നല്ലൊരു ശീലമാണ്. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. പഴകിയ ആഹാരം കഴിക്കാം. പഴകിയ ആഹാരം കഴിക്കരുത്. അപ്പോൾ അവിടെ ക്രോസ് കൊടുക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണം. അത് കറക്റ്റാണ്. അവിടെ ടിക്ക് കൊടുക്കുക. തുറന്നു വെച്ച ആഹാരം കഴിക്കാം. തുറന്നു വെച്ച ആഹാരം കഴിക്കാൻ പാടില്ല. അപ്പോൾ അവിടെയും ഇൻറ്റു കൊടുക്കുക. ഓക്കെ, യോജിച്ച ആഹാരം ശീലം എഴുതൂ. അപ്പോൾ ഒരു ആഹാരശീലം എഴുതാണ്. അപ്പോൾ ഒരു കുട്ടി അവിടെ ആഹാരം വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ എന്ത് എഴുതാം? ആഹാരം പാഴാക്കരുത്. ഓക്കെ, പ്രവർത്തനം 8, ഊഞ്ഞാലാട്ടം. വായിക്കാം. അമ്മാവൻ വന്നു, ഊഞ്ഞാൽ കെട്ടി, ഉണ്ണിയും കൂട്ടുകാരും ഊഞ്ഞാലാടി. ഉണ്ണി വീണു, വിരൽ മുറിഞ്ഞു, ഉണ്ണി കരഞ്ഞു, മരുന്ന് പുരട്ടി, ഉണ്ണി ചിരിച്ചു. കണ്ടെത്തി എഴുതാം. അപ്പോൾ ഈ ബോക്സിൽ ഈ മേലെ പറഞ്ഞ കവിതയ്ക്ക് ഒരു ഹെഡിങ്, തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് വേണേലും കൊടുക്കാം. ഊഞ്ഞാലാട്ടം എന്നാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വാക്യം വായിച്ച് യോജിച്ച ചിത്രങ്ങളിലേക്ക് വരയ്ക്കൂ. അപ്പോൾ 1 ഉണ്ണി ചിരിച്ച് നിൽക്കുന്നുണ്ട്, 1 ഉണ്ണി കരഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിരിച്ച് നിൽക്കുന്നത് ഏതായിരിക്കും? മരുന്ന് പുരട്ടി. ദെൻ കരഞ്ഞു നിൽക്കുന്നത് എപ്പോഴായിരിക്കും? വിരൽ മുറിഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് യോജിപ്പിക്കുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9, വെജിറ്റബിൾസ്. റൈറ്റ് ദ നമ്പർ ഓഫ് റിമൈനിങ് വെജിറ്റബിൾസ്. അപ്പോൾ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ബോക്സ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താ? വെജിറ്റബിൾസ് ടോട്ടൽ ഇൻ ദ ബാഗ് ടേക്കൺ ഫോർ സാമ്പാർ റിമൈനിങ്. അപ്പോൾ ലേഡീസ് ഫിംഗർ ബാഗിൽ മൊത്തം 9 എണ്ണം ഉണ്ട്. അതിൽ 7 എണ്ണം സാമ്പാറിന് വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ്, ബാക്കി എത്ര എണ്ണം ഉണ്ടായിരിക്കും? അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 9 - 7. അപ്പോൾ 9 - 7 ചെയ്ത് നമുക്ക് ഉത്തരം 2 എന്ന് കിട്ടും. അപ്പോൾ റിമൈനിങ് 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ടൊമാറ്റോ ആണ്. ബാഗിൽ 8 എണ്ണം ഉണ്ട്. 5 എണ്ണം സാമ്പാറിന് വേണ്ടി എടുത്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ്, ബാക്കി എത്ര ഉണ്ടായിരിക്കും? 8 - 5 = 3.
അടുത്തത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ 8 എണ്ണം ഉണ്ട്, 6 എണ്ണം സാമ്പാറിന് വേണ്ടി എടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി 8 മൈനസ് 6 2 എണ്ണം ഉണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് വൺ ഡ്രം സ്റ്റിക്ക് ആണ്. ഡ്രം സ്റ്റിക്ക് 7 എണ്ണം ഉണ്ട്. 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം നമ്മൾ സാമ്പാറിന് എടുത്തു. അപ്പോൾ 7 മൈനസ് 3 എത്ര എണ്ണമായിരിക്കും? 4 എണ്ണം ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ 4 എന്ന് അവിടെ എഴുതാം. വിച്ച് വെജിറ്റബിൾ റിമൈൻഡ് ദ മോസ്റ്റ്? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബാക്കിയായ വെജിറ്റബിൾ ഏതാണ്? ഡ്രം സ്റ്റിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഇൻ്റഗ്രേഷൻ ഡേ 2 ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.